നമസ്കാരം. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ CPM-ന് തിരിച്ചടി ഉണ്ടായാൽ അതിൻ്റെ ഉത്തരവാദിത്തം ആർക്കായിരിക്കും? അത് ഇടത് കൺവീനർ EP ജയരാജൻ ഏറ്റെടുക്കേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ദലാൽ നന്ദകുമാറുമായി പ്രകാശ് ജാവദേക്കറിനെ കണ്ടതാണ് ഇതിന് കാരണമായി പറയപ്പെടുന്നത്. തിരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപുണ്ടായിട്ടുള്ള ഈ വിഷയം CPM-ന് വലിയ തിരിച്ചടിയുമാണ് നൽകിയത് എന്നുള്ള കാര്യത്തിലും സംശയമില്ല. ഈ വിവാദം എല്ലാ അർത്ഥത്തിലും പ്രതിരോധിക്കാൻ പോലും കഴിയാത്ത സാഹചര്യത്തിൽ CPM-ന് തന്നെ ഇപ്പോൾ അത്തരത്തിലുള്ള സ്ഥിതിവിശേഷം ഉണ്ടായിരിക്കുന്നു. ഇതുകൊണ്ടാണ് വോട്ട് ചെയ്ത ശേഷം EP-യെ പരസ്യമായി മുഖ്യമന്ത്രി തള്ളിപ്പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. CPM സംസ്ഥാന സെക്രട്ടറിയായുള്ള MV ഗോവിന്ദനും അതൃപ്തനായി കാണപ്പെട്ടത് അതുകൊണ്ടാണ്. EP-ക്കെതിരെ അതിശക്തമായിട്ടുള്ള പാർട്ടി നടപടിക്ക് സാധ്യതയുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. വടകരയിലടക്കം EP-യുടെ പ്രസ്താവനയെ ഉയർത്തി KK ശൈലജ ടീച്ചറും CPM-ന് പരാതി നൽകുകയും ചെയ്തിരിക്കുന്നു. സഖാവ് പിണറായി പറഞ്ഞത് എല്ലാവർക്കുമുള്ള മുന്നറിയിപ്പ് ആണ് എന്ന് MV ഗോവിന്ദനും തുറന്നടിക്കുകയാണ്. ഇവിടെ ജാവദേക്കറും ജയരാജനും കൂടിക്കാഴ്ച നടത്തിയതിൽ രൂക്ഷമായിട്ടുള്ള പ്രതികരണവുമായിട്ട് തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്തെത്തിയത്. EP ജയരാജൻ എന്ന് പറയപ്പെടുന്ന അല്ലെങ്കിൽ EP ജയരാജൻ്റെ ജാഗ്രത കുറവിനെക്കുറിച്ച് വളരെ കൃത്യമായി പറഞ്ഞ മുഖ്യമന്ത്രി പാപിയുടെ കൂടെ ശിവൻ കൂടിയാൽ ശിവനും പാപിയായിടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത്തരത്തിലൊരു വാക്ക് അദ്ദേഹം പറയുകയും ചെയ്തു. വോട്ട് ചെയ്ത ശേഷം അദ്ദേഹം വളരെ കൃത്യമായി പ്രതികരിക്കുകയായിരുന്നു. ഇന്ന് ആരെ വഞ്ചിക്കണമെന്ന് ആലോചിച്ച് ഉറക്കമുണരുന്നവർ നമ്മുടെ നാട്ടിലുണ്ട് എന്നും അത്തരത്തിലുള്ള ആളുകളുമായിട്ടുള്ള കൂട്ടുകെട്ട് സാധാരണഗതിയിൽ ഉപേക്ഷിക്കേണ്ടതാണ് എന്നും സഖാവ് ജയരാജൻ അത്തരം കാര്യങ്ങളിൽ വേണ്ടത്ര ജാഗ്രത കാണിക്കാറില്ല എന്നത് നേരത്തെ തന്നെയുള്ള ഒരു അനുഭവമാണ് എന്നും അതിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിൽ ഏറ്റവും അധികം സംശയകരമായിട്ടുള്ള സാഹചര്യത്തിൽ നിൽക്കുന്ന വ്യക്തിക്ക് ഇതിൻ്റെ സാക്ഷിയായിട്ട് വരാൻ കഴിഞ്ഞു എന്നത് നാം കാണേണ്ടതുണ്ട് എന്നുകൂടി പിണറായി വിജയൻ പറഞ്ഞു വെച്ചത്. ഇതൊരർത്ഥത്തിൽ EP ജയരാജനെ കൃത്യമായി തള്ളിക്കളയുന്നു എന്നുള്ളത് തന്നെയാണ്. BJP-യിൽ ചേരാൻ തയ്യാറായിട്ടുള്ള നേതാവ് EP ജയരാജനായിരുന്നുവെന്ന് വെളിപ്പെടുത്തി ശോഭാ സുരേന്ദ്രൻ വോട്ടെടുപ്പ് ദിനത്തിൻ്റെ തലേ ദിവസം എത്തുമ്പോൾ കേരളത്തിലെ രാഷ്ട്രീയ ചർച്ചകൾക്ക് വീര്യം കൂടുകയായിരുന്നു എന്നുള്ളതാണ്. ഇതിന് പിന്നാലെയാണ് ജാവദേക്കറുമായിട്ടുള്ള കൂടിക്കാഴ്ച വിവാദമെന്ന് പറയപ്പെടുന്നുണ്ടായത്. TP ചന്ദ്രശേഖരൻ്റെ വധത്തിൽ പ്രതികളെ പുകഴ്ത്തി EP ആദ്യമായിട്ട് തലവേദന ഉണ്ടാക്കുന്നപ്പോഴാണ് BJP-യുടെ 5 സ്ഥാനാർത്ഥികൾ മികച്ചതാണ് എന്ന് പറഞ്ഞ് മോദി ഗ്യാരണ്ടിയും EP ഏറ്റുപിടിച്ചു എന്നുള്ളതാണ്. ഇതോടെ വിവാദങ്ങളിൽ നിന്ന് വിവാദങ്ങളിലേക്ക് അദ്ദേഹം യാത്രയായി. ഈ വിവാദങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ EP-യോട് CPM പലവട്ടം ആവശ്യപ്പെടുകയും ചെയ്തു. പ്രചരണത്തിലും ഇടത് കൺവീനർ കൂടിയായിട്ടുള്ള EP ജയരാജൻ കരുതലോടെ നീങ്ങേണ്ട സ്ഥിതിവിശേഷമുണ്ടായി. ഇതിനിടെയാണ് BJP സ്ഥാനാർത്ഥികളായിട്ടുള്ള അനിൽ ആന്റണിക്കും ശോഭാ സുരേന്ദ്രനുമെതിരെ ദലാൽ നന്ദകുമാർ രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അത് നമ്മൾ കണ്ടതാണ്. ശോഭയുമായുള്ള നന്ദകുമാറിൻ്റെ പ്രത്യാരോപണങ്ങൾ EP-യെ കൂടി വിവാദങ്ങളിലേക്ക് വലിച്ചിട്ടു എന്നുള്ള കാര്യത്തിലും സംശയമില്ല. ആർക്കു വേണ്ടിയായിട്ടാണോ കെണിയൊരുക്കിയത് അത് കൃത്യമായി കൊണ്ടുവന്നുള്ളതാണ്. ശോഭ പുറത്തുവിട്ട തെളിവുകൾക്ക് മൂർച്ചയും കൂടുതലാണ് എന്നുള്ളതാണ്. ഇതിനെ EP പ്രതിരോധിക്കുകയും ചെയ്തു. അപ്പോഴേക്കാണ് ജാവദേക്കർ വിഷയം വീണ്ടും ആളിക്കത്താൻ തുടങ്ങിയത്. ജയരാജനെതിരെ ആദ്യം ആരോപണം ഉന്നയിച്ചത് സുധാകരനായിരുന്നുവെങ്കിലും ഇതിന് പിന്നാലെ EP നിഷേധവുമായി എത്തുകയും ചെയ്തു. എന്നാൽ പ്രകാശ് ജാവദേക്കറുമായി ജയരാജൻ ചർച്ച നടത്തിയിരുന്നു എന്ന് ദലാൽ നന്ദകുമാറും പറയുന്ന ഒരു സാഹചര്യം വരെ കാര്യമെത്തി. അതിനുശേഷമായിരുന്നു ശോഭയുടെ വെളിപ്പെടുത്തലുകളും തെളിവ് പുറത്തേക്ക് കാണിക്കലും അടക്കമുള്ള കാര്യങ്ങൾ വന്നത്. ഇത് വോട്ടെടുപ്പ് ദിനത്തിൽ കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളും ചർച്ച ചെയ്യുന്ന ഒരു വിഷയമായി മാറുകയും ചെയ്തു എന്നുള്ളതാണ്. തൽക്കാലം ചർച്ചകളിൽ നിന്നും CPM വിട്ടു നിൽക്കുമായിരിക്കും. ഉണ്ടയില്ല വെടിയെന്ന് പറയുകയും ചെയ്യുമായിരിക്കും. എന്നാൽ EP-യുടെ ഭാഗത്ത് നിന്ന് വീഴ്ചയുണ്ടായോ എന്ന് CPM-ന് പരിശോധിക്കേണ്ട സാഹചര്യം വരുമെന്നുള്ള കാര്യത്തിൽ രണ്ടഭിപ്രായമില്ല. EP-യുടെ നിയന്ത്രണത്തിലുള്ള വൈദേകം റിസോർട്ടിൽ നടത്തിപ്പിൽ തിരുവനന്തപുരത്തെ BJP സ്ഥാനാർത്ഥി കൂടിയായിട്ടുള്ള കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരനുള്ള പങ്കും അത് നേരത്തെ തന്നെ ചർച്ചയായതായിരുന്നു. ഇതും CPM-ന് വലിയ തലവേദനയായിരുന്നു ആ കാലഘട്ടത്തിൽ തന്നെ. അങ്ങനെ CPM കൊണ്ടും കൊടുത്തും മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് ഈ തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചത്. പക്ഷേ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും വിധത്തിൽ CPM-ൽ അടിയറോ പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടായാൽ അതിന് പൂർണ്ണ ഉത്തരവാദിത്തം മുഖ്യമന്ത്രിക്കോ മുഖ്യമന്ത്രിയുടെ മന്ത്രിസഭയ്ക്കോ പാർട്ടി സെക്രട്ടറിക്കോ ആയിരിക്കില്ല എന്ന് ഉറക്ക പ്രഖ്യാപിക്കുവാനുള്ള ഒരു സമയമാണിത്. അതെല്ലാം EP ജയരാജൻ്റെ തലയിലേക്ക് വച്ചു കെട്ടുക തന്നെ ചെയ്യുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല. ഭരണവിരുദ്ധ വികാരമുണ്ടായി ജനങ്ങൾ മാറി ചിന്തിച്ച് വോട്ട് ചെയ്ത് കേരളത്തിൽ 20 സീറ്റിലും ചിലപ്പോൾ UDF-ന് അനുകൂലമായിട്ടുള്ള തരംഗമുണ്ടായാൽ പോലും പിണറായി വിജയൻ്റെ മന്ത്രിസഭയും രക്ഷപ്പെടും. കാരണം ഇവിടെ ചാവേറാകാൻ പോകുന്നത്, രക്തസാക്ഷിയാകാൻ പോകുന്നത് മറ്റാരുമല്ല EP ജയരാജൻ മാത്രമായിരിക്കും. ഈ തോൽവിയുടെ ഉത്തരവാദിത്തം അദ്ദേഹത്തിനാണെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പാർട്ടി കൈ കഴുകുകയും ചെയ്യും.